അടുത്ത വീഡിയോയിലേക്ക് വരാം. അതിൻ്റെ ഹെഡിങ് വൈദ്യുത കാന്തിക പ്രേരണം എന്നാണ്. അപ്പോൾ കാന്തവും സോളിനോയിഡും തമ്മിൽ ഒരു ആപേക്ഷിക ചലനം ഉണ്ടപ്പോൾ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം ഉണ്ടാകണു എന്ന് നമ്മൾ കണ്ടു. എന്താ പറഞ്ഞാൽ ഇവിടെ ഈ കാന്തം ചലിപ്പിക്കുമ്പോൾ കമ്പിച്ചുറ്റ് ചലിക്കാൻ പാടില്ല, അല്ലെങ്കിൽ കമ്പിച്ചുറ്റ് ചലിപ്പിക്കുമ്പോൾ കാന്തം ചലിപ്പിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ കറണ്ട് ഉണ്ടാവും. ഇനി അതല്ല, കാന്തം ഉള്ളിലേക്കും ഈ കമ്പിച്ചുറ്റ് നേരെ കാന്തം വരുന്നതിനെതിരായാലും കുഴപ്പമില്ല, ആപേക്ഷികമായിട്ട് ഒരു ചലനം ഉണ്ടായാൽ മതി. മനസ്സിലായില്ലേ? അതായത് ഇവിടെ ഇപ്പോൾ ഈ കാന്തം കമ്പിച്ചുറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ സൂചി ചലിക്കും ഇടത്തോട്ട്. ഇനി അതല്ല, ഈ കാന്തം ഇവിടെ നിർത്തിയിട്ട് കമ്പിച്ചുറ്റ് നേരെ വലത്തേക്ക് ചലിപ്പിക്കുകയാണ്. എന്നാലും നമ്മൾ കാണുന്നത് ഈ സൂചി ഇടത്തോട്ടാണ് ചലിക്കുക. ഇനി അതല്ല, ഈ കാന്തം ഇടത്തോട്ട് വലിക്കുമ്പോൾ തന്നെ കമ്പിച്ചുറ്റ് ഇടത്തോട്ട് തള്ളുക, അല്ലെങ്കിൽ വലത്തോട്ട് തള്ളുക. കാന്തം ഇടത്തോട്ട് വലിക്കുമ്പോൾ കമ്പിച്ചുറ്റ് വലത്തോട്ട് തള്ളുക. അങ്ങനെ ചെയ്താലും ഇതിൽ കറണ്ട് ഉണ്ടാവും. മനസ്സിലായില്ലേ? ചുരുക്കി പറഞ്ഞാൽ കാന്തത്തിൻ്റെയോ കമ്പിച്ചുറ്റിൻ്റെയോ ആപേക്ഷിക ചലനം കൊണ്ടാണ് കമ്പിച്ചുറ്റിൻ്റെയോ ആപേക്ഷിക ചലനം കൊണ്ടാണ് ഗാൽവനോമീറ്ററിൽ കറണ്ട് ഉണ്ടാവണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതാണ് കാന്തവും സോളിനോയിഡും തമ്മിൽ ഒരു ആപേക്ഷിക ചലനം ഉണ്ടാവണം എന്ന് വെച്ചാൽ, ആപേക്ഷികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് ചലിക്കുന്നത് മറ്റൊന്നിനെതിരായിട്ടോ അല്ലെങ്കിൽ ഒന്ന് ചലിക്കുമ്പോൾ മറ്റേത് ചലിക്കാതെയോ നിൽക്കണം. അതാണ് ആപേക്ഷികം. അതായത് ഇവിടുത്തെ കാന്തവും കമ്പിച്ചുറ്റും ഒരേ ദിശയിലേക്ക് ചലിച്ചിട്ട് കാര്യമില്ല, പക്ഷേ വേഗത വ്യത്യാസം ഉണ്ടായാൽ കുഴപ്പമില്ല. അപ്പോൾ രണ്ടും ഒരേ ദിശയ്ക്ക് ചലിക്കണു. ഇപ്പം ഈ കാന്തം നേരെ ഉള്ളിലേക്കും ഈ കമ്പി നേരെ വലത്തേക്കും ചലിപ്പിക്കുക. അപ്പോൾ രണ്ടും ഒരേ ദിശയാണ്. പക്ഷെ ഒന്ന് പതുക്കി ഒന്ന് സ്പീഡിലും ആയാൽ മതി, അപ്പോഴും ഉണ്ടാവും. അപ്പോൾ രണ്ടും റിലേറ്റീവ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ കാന്തം വലത്തോട്ട് ചലിപ്പിക്കുമ്പോൾ അതേ വേഗതയിൽ കമ്പിച്ചുറ്റും വലത്തോട്ടാവരുത്, അപ്പോൾ കറണ്ട് ഉണ്ടാവില്ല കേട്ടോ. ശരി, അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. കാന്തവും സോളിനോയിഡും തമ്മിൽ ആപേക്ഷിക ചലനം എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം മനസ്സിലായി വിചാരിക്കുകയാണ്. അപ്പോൾ എന്നാൽ കാന്തത്തെ സോളിനോയിഡിൻ്റെ അടുത്തേക്ക് ചലിപ്പിക്കുമ്പോഴും അകലേക്ക് ചലിപ്പിക്കുമ്പോഴും എന്ത് മാറ്റം ഉണ്ടാവുക നോക്കാം. ഇപ്പോൾ ഈ ചിത്രങ്ങളിൽ കാണുന്ന എന്താണ്? ഈ കമ്പിച്ചുറ്റ് അതിൽ ഗാൽവനോമീറ്റർ കൊടുത്തിട്ടുണ്ട്. ഇത്തിരി ദൂരെയാണ് കാന്തം നിൽക്കുന്നത് അല്ലേ? അപ്പോൾ ഈ കാന്തത്തിൻ്റെ ബലരേഖകളൊക്കെ കമ്പിച്ചുറ്റിന് തൊടാതെയാണ് നിൽക്കുന്നത്. ഓക്കെ. രണ്ടാമത്തത്, അതായത് ചിത്രം 3.2b കമ്പിച്ചുറ്റിൻ്റെ ഉള്ളിലേക്ക് കാന്തം കയറ്റി വെച്ചു. അപ്പോൾ എന്താണെന്നറിയോ? ഈ കാന്തത്തിൻ്റെ ബലരേഖകൾ കമ്പിച്ചുറ്റിൻ്റെ മേലെ തട്ടിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഒരുപക്ഷെ ഈ ദൂരെ നിൽക്കുന്ന സമയത്ത് ചലിപ്പിച്ചുകൊണ്ട് കേട്ടോ, ഇത് റെസ്റ്റും നിശ്ചലാവസ്ഥയും ഇത് ദൂരെ ചലിപ്പിക്കേണ്ട വിചാരിക്കുക. അപ്പോൾ ഈ ഗാൽവനോമീറ്റർ ഒരു പൊടി മാത്രമേ ഇറങ്ങുകയുള്ളൂ, തുള്ളി മാത്രം, കുറച്ച് മാത്രം. കാരണം അല്ലെങ്കിൽ ഇല്ലാതെ തന്നെ പറയാം. കാരണം എന്താണ്? ബലരേഖകൾ ഇതിൽ ടച്ച് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ വേണമെങ്കിൽ ധൈര്യമായിട്ട് പറയാം, ഈ സൂചി ചലിക്കുന്നില്ല എന്ന് പറയാം. കാരണം കാന്തിക ബലരേഖ കമ്പിച്ചുറ്റിൽ നിന്നും അകലെയാണ്, അപ്പോൾ സൂചി ചലിക്കില്ല. അതേസമയം ഈ ബലരേഖകൾ കാന്തവും കമ്പിച്ചുറ്റിൻ്റെ ഉള്ളിൽ വെച്ചപ്പോൾ എന്താണെന്നറിയോ? ഈ സൂചി വലത്തോട്ട് ചലിച്ചു. അപ്പോൾ എന്താ കാരണം എന്നറിയോ? ബലരേഖകൾക്ക് വ്യതിയാനം, സാങ്കല്പിക ബലരേഖകൾക്ക് ഒരു വ്യതിയാനം വന്നു. ഉദാഹരണമായിട്ട് ഒരു ഫാന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഫാൻ, ഇപ്പോൾ ഒരു പെഡൻസിൽ ഫാനാണ് വിചാരിക്കുക, അതായത് ടേബിൾ ഫാൻ ആണെന്ന് വിചാരിക്കുക. ടേബിൾ ഫാനോ
പെഡൽ സ്റ്റീൽ ഫാനോ വിചാരിക്കുക. അപ്പം നമ്മൾ ഇരിക്കുന്നതിന് തൊട്ട് മുൻപിൽ ഈ പെഡൽ സ്റ്റീൽ ഫാന് അല്ലെങ്കിൽ ടേബിൾ ഫാന് വെച്ചിട്ടുണ്ട്. നമ്മൾ കാറ്റ് കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് ആ കാറ്റ് കൊള്ളുന്ന നമ്മളുടെയും ഫാനിൻ്റെയും ഇടയിൽ നിന്നു വിചാരിക്കുക. അപ്പം നമുക്ക് കാറ്റ് കിട്ടൂല. അപ്പം എന്തായി? ആ കാറ്റിനെ മറയ്ക്കപ്പെട്ടു. എന്നതുപോലെ ഈ കാന്തത്തിൻ്റെ ബലരേഖകളുടെ മേലെ കമ്പിച്ചുറ്റ് നിൽക്കുക വിചാരിക്കുക. അപ്പോൾ ഈ ബലരേഖകളെ കമ്പിച്ചുറ്റ് കട്ട് ചെയ്തു. ആ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ കമ്പിൻ്റെ ഉള്ളിലൂടെ കറണ്ട് ഒഴുകും. ആ കറണ്ടാണ് ഗാൽവനോമീറ്റർ ചലിക്കാൻ കാരണമായിട്ട് മാറിയത്. നോക്കൂ, ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കുറവ്? ഉറപ്പായിട്ടും 3.2A. ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കൂടുതൽ? 3.2B. ഇനി പരീക്ഷണം ചെയ്യുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് മാറ്റം വരുന്നത്? ചലിപ്പിക്കുമ്പോൾ, നിശ്ചലമായി വയ്ക്കുമ്പോൾ? തീർച്ചയായിട്ടും ചലിപ്പിക്കുമ്പോൾ. എന്താ കാര്യം? ചുമ്മാ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ചുമ്മാ വെച്ചെന്താ കുഴപ്പം? ബലരേഖകളുണ്ടാകും, കമ്പിച്ചുറ്റും ഉണ്ടാകും. പക്ഷെ കമ്പിച്ചുറ്റിന് അറിയില്ല ബലരേഖ ഉണ്ട് എന്നറിയില്ല. കാരണം സുഖമായിട്ട് കടന്നു പോകും, അല്ലേ? ഇപ്പം നമ്മളൊരു ഫാന്, ടേബിൾ ഫാൻ അവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മുന്നിലിരിക്കുന്നുണ്ട്. അപ്പോൾ കാറ്റ് വന്നുകൊണ്ടിരിക്കും. ആ കാറ്റ് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടയിൽ ഒരാൾ തടസ്സം വന്നാലേ നമുക്ക് മനസ്സിലാവുള്ളൂ ഈ ഫാന് കറങ്ങുന്നുണ്ട് എന്നും കാറ്റ് വന്നത് തടഞ്ഞു എന്ന് മനസ്സിലാവുള്ളൂ. അതേസമയം ഫാൻ കറങ്ങുന്നില്ലെങ്കിലോ നമുക്ക് അവിടെ ഒരാൾ വന്നാലും പോയാലൊന്നും ഫാന് കറങ്ങുന്നുണ്ടെന്നോ ഇല്ലയെന്നോ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അതുപോലെ പരീക്ഷണം ചെയ്യുമ്പോൾ ഈ പറയുന്ന സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് മാറ്റം വരണമെങ്കിൽ ഉറപ്പായിട്ടും ഇത് ചലിപ്പിക്കണം. ഏത്? ഒന്നുകിൽ കാന്തം അല്ലെങ്കിൽ കമ്പിച്ചുരുൾ ചലിപ്പിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ആ ചോദ്യം ഒന്നും കൂടി നോക്കാം. കാന്തവും സോളിനോടും ഉപയോഗിച്ചുള്ള പരീക്ഷണത്തിലെ 2 ഘട്ടങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ചിത്രത്തിൽ. ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കുറവ്? ഉത്തരം 3.2A. കാരണം കാന്തം അകലെ. ഇനി ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സ് കൂടുതൽ? ഉത്തരം 3.2B. കാരണം സോളിനോഡിനുള്ളിലായിരിക്കുമ്പോൾ. കാന്തം സോളിനോഡിനുള്ളിലായിരിക്കുമ്പോൾ. ഇതായിരുന്നു അതിനുത്തരം. മാത്രമല്ല കാന്തം സോളിനോഡിനുള്ളിലായിരുന്നിട്ട് കാന്തം അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? പരീക്ഷണം ചെയ്യുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് സോളിനോടുമായി ബന്ധപ്പെട്ട ഫ്ലക്സിന് മാറ്റമുണ്ടായത്? ഉത്തരം കാന്തം ചലിപ്പിച്ചപ്പോൾ. അങ്ങനെയാണെങ്കിൽ വൈദ്യുതകാന്തിക പ്രേരണം പ്രസ്താവിക്കുക. എന്താ നോക്കിയേ? ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന്, നോക്കൂ, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് വ്യതിയാനം ഉണ്ടാകുമ്പോൾ, ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിൽ മാറ്റം ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഫലമായി ചാലകത്തിൽ ഒരു EMF പ്രേരണം ചെയ്യപ്പെടുന്നു. ഈ പ്രതിഭാസമാണ് വൈദ്യുത കാന്തിക പ്രേരണം. അതായത് ഈ കമ്പിച്ചുറ്റുമായിട്ട് ബന്ധപ്പെട്ട കാന്തം, അതിൻ്റെ കാന്തിക മണ്ഡലം, ഈ കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം വരണമെങ്കിൽ ഒന്നുകിൽ കാന്തം ഇളക്കണം അല്ലെങ്കിൽ കമ്പിച്ചുറ്റിളക്കണം. അങ്ങനെ ഇളക്കിയാൽ ഉറപ്പായിട്ടും കാന്തിക മണ്ഡലത്തിന് വ്യതിയാനം വരികയും തൽഫലമായിട്ട് കമ്പിച്ചുറ്റിൽ കുറച്ച് നേരത്തേക്ക് കറണ്ട് ഉണ്ടാവുകയും ചെയ്യും. തുടർച്ചയായിട്ട് വ്യത്യാസപ്പെടുത്തിയാൽ തുടർച്ചയായിട്ട് കറണ്ട് കിട്ടുകയും ചെയ്യും. ഇതാണ് വൈദ്യുത കാന്തിക പ്രേരണം. അപ്പോൾ ബുക്കിലേക്ക് വരുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, സോളിനോടുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോഴാണ് സർക്യൂട്ടിൽ വൈദ്യുതി പ്രേരിതമാവുന്നത് എന്ന് മനസ്സിലായല്ലോ. ഈ പ്രതിഭാസം വൈദ്യുത കാന്തിക പ്രേരണം എന്നറിയപ്പെടുന്നു. തൽഫലമായി ഉണ്ടാകുന്ന വൈദ്യുതിയെ പ്രേരിത വൈദ്യുതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ പ്രേരിത വൈദ്യുതിയെ പോലെ പ്രേരിത വോൾട്ടത അല്ലെങ്കിൽ വോൾട്ടതയെ പ്രേരിത EMF എന്നും പറയുന്നു. പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? 1 ചുറ്റുകളുടെ എണ്ണം, 2 കാന്തത്തിൻ്റെ ശക്തി, 3 ചലനവേഗത. നമുക്ക് നോക്കാം.
വൈദ്യുതകാന്തിക പ്രേരണവുമായി ബന്ധപ്പെട്ട ചാലകത്തിൽ ഉണ്ടാകുന്ന പ്രേരിത EMFനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഉത്തരം ചുറ്റുകളുടെ എണ്ണം. 2 കാന്തശക്തി. 3 കാന്തത്തിൻ്റെയോ കമ്പിച്ചുറ്റിൻ്റെയോ ചലനവേഗത. ഇത്രയുമാണ് ഈ വീഡിയോ 4ാമത്തെ വീഡിയോ സാറ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും വൈദ്യുതകാന്തിക പ്രേരണം? ഉത്തരം ഒരു ചാലകവുമായി ബന്ധപ്പെട്ട കാന്തിക ഫ്ലക്സിലെ മാറ്റം ഉണ്ടാകുന്നതിൻ്റെ ഫലമായി ചാലകത്തിലൊരു EMF പറഞ്ഞ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF പ്രേരണം ചെയ്യപ്പെടുന്ന പ്രതിഭാസമാണ് വൈദ്യുതകാന്തിക പ്രേരണം. മനസ്സിലായല്ലോ? മൈക്കൽ ഫാരഡെയാണ് ഇത് ആദ്യമായിട്ട് നമുക്ക് മനസ്സിലാക്കി തന്നതെന്നും കൂടെ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇത്രയുമാണ് നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഓക്കെ.